ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അമ്മമാരുടെ സന്തോഷത്തിനെ പറ്റിയാണ്. എന്നാൽ ഈ വീഡിയോ അമ്മമാർക്കുള്ളതല്ല, അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് അമ്മമാരുടെ സന്തോഷത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടത്? അമ്മമാർ സന്തോഷത്തോടും സ്മാർട്ടായിട്ടും ഇരുന്നാൽ മാത്രമേ കുട്ടികൾക്ക് സന്തോഷവും സ്മാർട്ട്നെസ്സും ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമോ റിലാക്സേഷനോ സെൽഫ് കെയറോ കിട്ടുകയില്ല. അതിന് ആരുടെയെല്ലാം സഹായം വേണം. അവർക്കെല്ലാം വേണ്ടിയാണ് ഈ വീഡിയോ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അമ്മമാരുടെയും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും വിചാരം, എല്ലാ ഉത്തരവാദിത്വവും അമ്മയ്ക്ക് തന്നെയാണ്. കുഞ്ഞിന് എന്ത് പ്രശ്നമുണ്ടായാലും അത് എപ്പോഴും അമ്മയുടെ തലയിലാണ് വയ്ക്കുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസിയാണ് പൊതുവെ 42 കൊല്ലമായിട്ട് അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണുന്നൊരു പീഡിയാട്രിഷ്യനായ ഞാൻ ഇത് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും അതോറിറ്റേറ്റീവായിട്ട് ഞാൻ പറയുന്നത്. അമ്മയുടെ സന്തോഷവും മനസ്സമാധാനവും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ, മാത്രമല്ല കുട്ടികളും ഹാപ്പിയായും സ്മാർട്ടായും ഇരിക്കണമെങ്കിൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ പോയിൻ്റ് അമ്മ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എഗ്രി ചെയ്യുമല്ലോ. അമ്മ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരിക്കലും സന്തോഷമോ സമാധാനമോ കിട്ടുകയില്ല. കുഞ്ഞുണ്ടായാൽ പകലും രാത്രിയും ത്രൂ ഔട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുകയും, കുഞ്ഞ് കുറച്ചും കൂടെ വലുതാകുമ്പോൾ വീട്ടിൽ വലിയ സപ്പോർട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിലെ ജോലി, മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കുക, ഇനി വർക്ക് ഫ്രം ഹോമോ എന്തെങ്കിലും ജോലി കാര്യമുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുക എന്ന് തുടങ്ങി മൾട്ടി ടാസ്കിങ് തന്നെയാണ് ഒരു അമ്മയുടെ ജോലി എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എത്ര മനസാന്നിധ്യം ഉള്ള അമ്മയാണെങ്കിലും കുറേയൊക്കെ സ്ട്രെസ്ഡ് ആയിരിക്കും. ഞാൻ ഈ വീഡിയോ കാണണമെന്ന് പറയുന്ന വീട്ടിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിലും ദൂരെ ആണെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ ഏത് വിധത്തിലും സപ്പോർട്ട് ചെയ്യാമല്ലോ. ഹസ്ബൻഡും വീട്ടിലുള്ള ആരാണെങ്കിൽ, സ്വന്തം അമ്മയാണോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയാണോ അതർ വീട്ടിലുള്ള വേറെ റിലേറ്റീവ്സ് ആണോ, എല്ലാവരും അമ്മയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവരെ സ്ട്രെസ് ഫ്രീ ആക്കാനും കുറേ കൂടെ റിലാക്സ് ചെയ്യാനും എല്ലാം വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡിനെയും വളരെയധികം സപ്പോർട്ടീവായിട്ടും എൻകറേജിങ് ആയിട്ടുള്ള വീട്ടുകാരെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, എന്നാലും ചിലപ്പോൾ എക്സെപ്ഷൻസ് കാണാമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും കൊണ്ട് പറയുകയാണ്. ഇത് 2-3 ദിവസം മുമ്പ് ഒരു കുഞ്ഞിനെ കട്ടിലിൽ നിന്ന് വീണ് കൊണ്ടുവന്നു. എല്ലാവരും കൂടെ അമ്മയുടെ പുറത്താണ് ചാടി വീഴുന്നത്. അമ്മ നോക്കാഞ്ഞിട്ടാണ്, അമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന്. വീട്ടിൽ പല ആൾക്കാരുണ്ട്, പക്ഷേ അങ്ങനെ തുടങ്ങുന്നു. കുഞ്ഞിനൊരു വയറിളക്കം വന്നാൽ കുഞ്ഞിന് എന്തോ കൊടുത്തിട്ടാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അമ്മയെ കുറ്റം പിടിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് ചില കുട്ടികളെ കൊണ്ടുവരുന്നത്. കുഞ്ഞിനെ ഒട്ടും വെയിറ്റ് വയ്ക്കുന്നില്ല, കുഞ്ഞിൻ്റെ ഭക്ഷണം കൂടെ അമ്മയാണോ കഴിക്കുന്നത്. തമാശയ്ക്കാണെങ്കിലും അങ്ങനെ കേൾക്കുമ്പോൾ അമ്മയുടെ ഒരു മനപ്രയാസം ആലോചിച്ച് നോക്കും. അതുപോലെ വെയിറ്റ് കൂടിയാൽ കുഴപ്പം, കുറഞ്ഞാൽ കുഴപ്പം. വെയിറ്റ് കൂടിയാൽ ആവശ്യമില്ലാതെ എല്ലാം കുഞ്ഞിന് കുത്തിക്കയറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് കൂടുന്നതെന്ന്. അങ്ങനെ ഞാൻ പറയുന്നത് എല്ലാത്തിനും കുറ്റം പിടിക്കാൻ ഒരു അമ്മയുണ്ടെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ശരിയാണോ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരാളാണ്, ഫാമിലി മെമ്പർ തന്നെയാണ് ഒരമ്മ. ഇനി വീട്ടിലുള്ളവരുടെ അഭിപ്രായവും കുറ്റം പിടിക്കലും ഇങ്ങനെ ആയിരിക്കും. എല്ലാ വീട്ടിലെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ കോമൺ ആയിട്ട് കൂടുതൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുകൂടാതെ വീട്ടിലെ ആൾക്കാരുടെ കാര്യം പോട്ടെ, നമ്മളടുത്ത് കൊണ്ടുവരുന്നത് അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു, അടുത്ത വീട്ടിലെ അമ്മൂമ്മ പറഞ്ഞു, കുഞ്ഞിനെ ഇങ്ങനെയല്ല ഭക്ഷണം കൊടുക്കേണ്ടത്, അങ്ങനെയാണ് വളർത്തേണ്ടത്, ഇങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് പറഞ്ഞ് പല അഭിപ്രായങ്ങളും. പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഇതായിരിക്കാം എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ്. നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അവരുടെ സംശയം മാറുകയില്ല. അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും അഭിപ്രായം കേട്ട ഒരു കുഞ്ഞിനെ വളർത്താനും പറ്റുകയില്ല, ചികിത്സിക്കാനും പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസിന് കഴിയുന്നതും ചെവി കൊടുക്കാതിരിക്കുക എന്നാണ് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ടതും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പറയുമ്പോൾ ഇനി വീട്ടിലുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് ആർഗ്യൂ ചെയ്യാൻ പോവുകയോ ചെയ്യരുത്. ആർഗ്യൂ ചെയ്തത് ജയിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഞങ്ങൾ എത്ര കുട്ടികളെ വളർത്തിയിട്ടുണ്ട്, ഞങ്ങൾ എത്ര കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് തുടങ്ങി പല കാര്യങ്ങളും പറയും. അതുകൊണ്ട് ആർഗ്യൂ ചെയ്യാതെ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ കളയുകയാണ് ഏറ്റവും നല്ല പോളിസി. അമ്മമാർ തന്നെയാണ് കുഞ്ഞിൻ്റെ സംരക്ഷണവും പരിപാലനവും എല്ലാം ഉത്തരവാദിത്തോടു കൂടി ചെയ്യേണ്ടത്. അത് എല്ലാവരും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടാകും. എന്നാൽ പല കാര്യങ്ങളിലും അമ്മയെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്.
ഇടയ്ക്ക് അമ്മയ്ക്കൊന്ന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ അതായിരിക്കും അമ്മയ്ക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അമ്മയ്ക്ക് ശരിയായ ഉറക്കം കിട്ടുന്നുണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടായാൽ ആദ്യത്തെ കുറച്ച് നാൾ രാത്രി കൂടുതൽ സമയം കരച്ചിലും ഉണർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുകയില്ല. മിക്ക അമ്മമാരും കുഞ്ഞിനെ കിട്ടിയാൽ പിന്നെ ഒട്ടും ഉറങ്ങുകയുമില്ല. അപ്പോൾ രാത്രി അമ്മ കുറച്ച് നേരം ഉറങ്ങട്ടെ, ഇങ്ങനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അത് വളരെ അധികം റിലാക്സേഷന് പറ്റിയും അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു സന്ദർഭമായിരിക്കും. കഴിയുന്നതും കുറ്റം പിടിക്കുന്നവരെയും നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നവരെയും ഒഴിവാക്കാൻ നോക്കുകയാണ് നല്ലത്. അതിന് ഏറ്റവും നല്ലത് അവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുകയാണ്. കഴിയുന്നതും അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. പക്ഷേ അതും രക്ഷയില്ലെന്നാണ് അമ്മമാർ പറയുന്നത്. ചോദിച്ചില്ലെങ്കിലും സംശയം ചോദിച്ചില്ലെങ്കിലും എല്ലാം ഇങ്ങോട്ട് വന്ന് അഭിപ്രായം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇതിന് മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ്, കുഞ്ഞിനെ അമ്മ എടുക്കണ്ടെന്ന് പറഞ്ഞ് തന്നെത്താൻ എടുത്തുകൊണ്ട് വരുന്ന അച്ഛന്മാർ, വളരെയധികം അമ്മയുടെ ഭക്ഷണ കാര്യത്തിലും റെസ്റ്റിലും എല്ലാം ശ്രദ്ധിക്കുന്ന പേരൻസ്, ഇൻലോസ് എല്ലാവരെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ എല്ലാവരെയും അടച്ച് പറയുകയല്ല. അമ്മയുടെ ആരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി, സന്തോഷത്തിനും വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ആരോഗ്യ കാര്യങ്ങളും ഭക്ഷണക്രമങ്ങളും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവരോടും സംശയം ചോദിക്കാനും എല്ലാവരുടെയും അഭിപ്രായം കേട്ടാൽ നമ്മൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ, രണ്ടാമത്തെ ജനറേഷൻ, ഞാൻ കണ്ട കുട്ടികളുടെ മക്കളെയാണ് ഞാനിപ്പോൾ കൂടുതലും കാണുന്നത്. അങ്ങനെ സെക്കൻഡ് ജനറേഷൻ കാണുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് വളർന്നോളും. കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായാൽ അവരവരുടെ മക്കളെ ആയിരിക്കുമല്ലോ കുറച്ചും കൂടെ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള അമ്മമാർ സെൽഫ് കെയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണെങ്കിൽ പഠിക്കാൻ പറ്റുന്ന സമയത്തെല്ലാം അത് പഠിക്കേണ്ട വിഷയങ്ങൾ പഠിക്കുകയും ഇനി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ചേരുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും തന്നെ ജോലിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള സമയമാണെങ്കിൽ കുഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഡിലേ ചെയ്യിക്കുകയല്ല. അത് സമയങ്ങളിൽ തന്നെ അതിന് അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റിയും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയില്ലല്ലോ. അതുകൊണ്ട് അവരവരുടെ കാര്യം കൂടെ അതേ ഇമ്പോർട്ടൻസോടുകൂടെ, കുഞ്ഞിനെ നോക്കുന്ന ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ അവരവരുടെ കാര്യം കൂടെ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെ വീട്ടിലുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ആ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി തന്നെ അമ്മയുടെ സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അമ്മയെ സ്വന്തം കാര്യങ്ങൾ കൂടെ ചെയ്യാൻ എല്ലാവരും ഒന്ന് സഹായിച്ചു കൊടുക്കുക. അമ്മ മനസ്സിലാക്കുക, എപ്പോഴും സെൽഫ് കെയറും സെൽഫ് ലവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ അമ്മയുടെ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതും അതനുസരിച്ച് അമ്മ ഹാപ്പിയായും സമാധാനത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ കുട്ടികൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കുട്ടിയാണെങ്കിൽ കുഞ്ഞ് ഉറങ്ങുമ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. ആദ്യമേ ഉറക്കം ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുക. ആവശ്യത്തിന് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെൽഫായിട്ട് അവരവരുടെ കാര്യത്തിന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞിനെ നോക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് എല്ലാ ഫോക്കസും കുഞ്ഞിനെ നോക്കണ്ട എന്നല്ല പറയുന്നത്, എല്ലാ ഫോക്കസും കുഞ്ഞിൻ്റെ മേൽ മാത്രം വയ്ക്കുകയാണെങ്കിൽ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ നമ്മളുടെ ഒരു കാര്യം എന്താകുമെന്ന് അമ്മമാർ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അമ്മയുടെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് കുഞ്ഞിനെ നോക്കുക, സെൽഫ് കെയറും സെൽഫ് ലവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ സന്തോഷവും സമാധാനമുള്ളവർ ഉണ്ടാകട്ടെ. അങ്ങനെ ഫാമിലിയും കുഞ്ഞുങ്ങളും എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.